മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികള്, നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിലെ അധ്യാപകര് കണ്ടു പഠിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാല ക്യാമ്പസില് അവിടെയുള്ള യൂണിയന് ഫുട്ബോൾ മത്സരം നടത്തുകയായിരുന്നു. രാത്രി സമയത്താണ് ഫുട്ബോൾ മത്സരം നടത്തിയിരുന്നത്. ഈ മത്സരത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പറ്റം വിദ്യാർത്ഥികള് പലസ്തീൻ പതാക ഉയർത്തിയിട്ട്, നമുക്കറിയാം പലസ്തീന് വേണ്ടി മനുഷ്യത്വം പറയുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് കേരളക്കാരെ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ. അതേപോലെ തന്നെ പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയില് നടന്ന ഫുട്ബോൾ മത്സരത്തില് രാത്രി സമയത്ത് ആ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ രീതിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ ബാനറുകൾ പൊക്കിയിട്ട് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. സ്പോട്ടിൽ തന്നെ യൂണിവേഴ്സിറ്റി അധ്യാപകർ അവിടേക്ക് ഇടപെടുന്നു. വിദ്യാർത്ഥികളുമായിട്ട് വലിയ രീതിയിൽ അതിനെതിരെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അത് ഉയർത്തിയതിന്റെ പേരിൽ മാത്രം ആ മത്സരം നിർത്തിവെപ്പിച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്യിപ്പിച്ചു. ആ മത്സരം അവിടെ നിർത്തിപ്പിച്ചു. പലസ്തീൻ ഐക്യദാർഢ്യം ബാനർ ഉയർത്തിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ വിദ്യാർത്ഥികളാണ് ഈ പലസ്തീൻ പതാകയും ബാനറൊക്കെ ഉയർത്തിയിട്ടുള്ളത്. ബാനറാണ് അവിടെ ഉയർത്തിയിട്ടുള്ളത്. സ്പോട്ടിൽ തന്നെ അവിടെ ആ മത്സരം അവസാനിപ്പിച്ചു. ആ അധ്യാപകരൊക്കെയാണ് പൊതുസമൂഹത്തിന് ഗുണകരമായിട്ടുള്ള അധ്യാപകര്. അതിലൊരു തർക്കവും വേണ്ട. എങ്ങനെയാ ഒരു പലസ്തീൻ ബാനർ മാത്രം ഉയർത്തുക? ഒരു പലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് മാത്രം മതിയോ? മനുഷ്യത്വക്കെ ഇസ്രായേലിലും സ്ത്രീകളും സാധാരണക്കാരും കുട്ടികളൊക്കെ അല്ലേ? ഈ അധ്യാപകരെയാണ് നമ്മുടെ കേരളത്തിലെ അധ്യാപകർ കണ്ടുപഠിക്കേണ്ടത്. നമ്മുടെ കേരളത്തിലും ക്യാമ്പസുകളില് എന്ത് പ്രോഗ്രാം നടത്തുമ്പോഴും സ്റ്റേജിന് പോലും പലസ്തീൻ അനുകൂല പേരുകളിടുന്ന ആളുകള്, കലോത്സവങ്ങൾക്ക് പോലും അത്തരത്തിൽ പേരുകളിടുന്ന യൂണിയനുകള് അത്തരത്തിൽ മുന്നോട്ട് പോകല്ലേ നമ്മുടെ കേരളം? കണ്ടുപഠിക്കണം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരെ അന്തസ്സോടുകൂടി പറഞ്ഞു, നടക്കില്ല, നടത്തില്ല, മത്സരം അങ്ങ് നിർത്തിവെപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. കേന്ദ്ര സർവകലാശാലയാണ്, കേന്ദ്ര സംവിധാനത്തിന് കീഴിൽ വരുന്നതാണ്. സ്പോട്ടിൽ അവിടെയുള്ള അധ്യാപകർക്ക് കൃത്യമായ ധൈര്യം വന്നു. അവരതിനനുസരിച്ച് പ്രവർത്തിച്ചു. കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് പലസ്തീൻ ബാനർ ഉയർത്തിയാൽ അതെടുത്ത് തോട്ടിലെറിയുമെന്നുള്ള കൃത്യമായ സന്ദേശം സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ. നമ്മുടെ കേരളത്തില് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ പലസ്തീൻ ബാനറും പലസ്തീൻ കാര്യങ്ങളും നിരന്തരം വരുമെന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ. നമ്മുടെ കേരളത്തില് കാസർഗോഡ് ഈ അടുത്ത് മത്സരം നടന്നു. ഫുട്ബോൾ മത്സരത്തില് അവിടെ പലസ്തീൻ ബാനർ മാത്രമല്ല ഉയർന്നിട്ടുണ്ടായിരുന്നത്, യഹിയ സിൻവാറിന്റെ ബാനർ, ഫോട്ടോ പതിപ്പിച്ച ബാനർ കാസർഗോഡ് ഉയർന്നിട്ടുണ്ട്. നമ്മൾ കണ്ടു. ആനപ്പുറത്ത് യഹിയ സിൻവാർ, ഹസൻ നസ്രുള്ള, ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ള, ഇസ്മായിൽ ഹനിയ, കൊടും ഭീകരരുടെ ബാനറാണ് ആനപ്പുറത്ത് നമ്മുടെ കേരളത്തിൽ ഉയർത്തിയിട്ടുള്ളത്. എന്നാൽ പലസ്തീൻ എന്ന് എഴുതിയിട്ടുള്ള ബാനർ പോലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഉയർത്തിയതിന് അധ്യാപകർ കടുത്ത നടപടിയെടുത്തു. നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരം പോലും അവസാനിപ്പിച്ചു. ബോധമുള്ള ഏതൊരു മലയാളിക്കും ആ അധ്യാപകർക്ക് കൈയടിക്കാം. അവരാണ് യഥാർത്ഥ അധ്യാപകര്. മനുഷ്യത്വം പറയുമ്പോൾ ഇസ്രായേലിനെയും പാലസ്തീനെയും ഒരുപോലെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ മനുഷ്യത്വമുള്ളൂ. അല്ലാതെ പലസ്തീൻ മനുഷ്യത്വം മാത്രം ഉയർത്തിപ്പിടിക്കുന്നവർ അവർ പച്ചവർഗീയവാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.